അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കരിവള്ളൂരിന്റെ സ്വന്തം കാർഷിക വിദഗ്ധൻ കാന ഗോവിന്ദന് നാടിന്റെ അന്ത്യാഞ്ജലി. കരിവള്ളൂർ ബാങ്കിന് മുന്നിലും ചീറ്റ ഗ്രാമീണ വായനശാലയിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത് നൂറുകണക്കിന് ആളുകൾ. കാഴ്ചയുടെ വസന്തം തീർത്ത് ഇക്കുറിയും മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു. മനം കവരുന്ന കാഴ്ച സഞ്ചാരികൾക്ക് നൽകുന്നത് വേറിട്ട അനുഭൂതി. പ്രകൃതിയുടെ ഈ നീലവസന്തം കാണാൻ ദിനവും മാടായിപ്പാറയിലെത്തുന്നത് നിരവധി പേർ. അധ്യാപക രക്ഷാകർതൃ സമിതിക്കൊപ്പം സ്കൂൾ NSS വളണ്ടിയർമാരും ഒത്തുപിടിച്ചു. സ്കൂൾ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ ബിരിയാണി ചലഞ്ചുമായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA. ബിരിയാണി പാക്കിംഗും ക്രമീകരണവും ഉൾപ്പെടുന്ന പ്രധാന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് NSS വളണ്ടിയർമാർ. വാർത്തകൾ വിശദമായി. കരിവള്ളൂരിന്റെ സ്വന്തം കാർഷിക വിദഗ്ധൻ കാന ഗോവിന്ദന് നാടിന്റെ അന്ത്യാഞ്ജലി. കരിവള്ളൂർ ബാങ്കിന് മുന്നിലും ചീറ്റ ഗ്രാമീണ വായനശാലയിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. കരിവള്ളൂരിന്റെ സ്വന്തം കാർഷിക വിദഗ്ധന് നാടിന്റെ അന്ത്യാഞ്ജലി. കരിവള്ളൂർ ബാങ്ക് ഹെഡ് ഓഫീസിനു മുന്നിലും ചീറ്റ ഗ്രാമീണ വായനശാലയിലും പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റും കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗവും കരിവള്ളൂർ ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറിയുമായിരുന്നു കാന ഗോവിന്ദൻ. കുറച്ചുകാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഭൗതിക ശരീരത്തിൽ TA മധുസൂദനൻ MLA, CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശിധരൻ, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ, സരിൻ ശശി, VV പ്രദീപൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് 1 മണിയോടെ കൂക്കാനത്തെ ജനകീയ ശ്മശാനത്തിൽ കാന ഗോവിന്ദന്റെ ഭൗതിക ശരീരം അഗ്നിജ്വാലകൾ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കൃഷിയെ സ്നേഹിച്ച് ജീവിതം ധന്യമാക്കിയ കാന ഗോവിന്ദൻ യാത്രയായി. നിസ്വാർത്ഥമായ സഹായഹസ്തവുമായി കൃഷിയിടങ്ങളിലെത്തിയ കാന ഗോവിന്ദൻ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ വ്യക്തിത്വത്തിനുടമയായിരുന്നു. കൃഷിയില്ലാത്ത ഒരു ജീവിതം കാന ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒന്നായിരുന്നു. കൃഷിയെപ്പറ്റി എന്ത് സംശയം ചോദിച്ചാലും ഉത്തരം റെഡി. നെല്ല്, കവുങ്ങ്, പച്ചക്കറി, നേന്ത്രവാഴ തുടങ്ങിയവ എങ്ങനെ കൃഷി ചെയ്യണമെന്ന് നവമാധ്യമങ്ങളിലൂടെ അദ്ദേഹം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി തുടർച്ചയായി മിക്ക ദിവസങ്ങളിലും എഴുതുകയുണ്ടായി. അർബുദം ബാധിച്ച് കീമോ കഴിഞ്ഞ് ആശുപത്രി കിടക്കയിൽ നിന്ന് പോലും കൃഷിയെപ്പറ്റി എഴുതുകയും കർഷകരുടെ സംശയം നിവാരണം ചെയ്യുകയും ചെയ്ത മറ്റൊരു കാർഷിക വിദഗ്ധൻ കേരളത്തിലുണ്ടാവില്ല. അത്രത്തോളം അർപ്പണബുദ്ധിയോടെയാണ് അദ്ദേഹം കൃഷിയെ സ്നേഹിച്ചത്. കൃഷി വകുപ്പിൽ നിന്നും വിരമിച്ച അദ്ദേഹം മികച്ച വരുമാനം ലഭിക്കുന്ന വാഗ്ദാനങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞ 14 വർഷം കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാർഷിക രംഗത്ത് വൈവിധ്യപൂർണമായ മാതൃകാപരമായ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അത് കാർഷിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിനും
കേരളത്തിലെ ഏറ്റവും മികച്ച സർവീസ് സഹകരണ ബാങ്ക് എന്ന അംഗീകാരം കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന് ലഭിക്കുന്നതിന് മുഖ്യ ഘടകമായി മാറുകയും ചെയ്തു. അദ്ദേഹം സ്വന്തം ചെലവിൽ കർഷകരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് വിത്ത് മുതൽ വിളവെടുപ്പ് വരെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയത് കർഷകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പുതിയ പലരെയും കാർഷിക രംഗത്തേക്ക് കടന്നുവരുവാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. കർഷക സംഘത്തിന്റെ ഏരിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, വില്ലേജ് സെക്രട്ടറി, കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം, കൃഷിഭവൻ കാർഷിക ഉപദേശക സമിതി അംഗം, IRPC ലോക്കൽ കൺവീനർ, കരിവള്ളൂർ നാളികേരോൽപാദക ഫെഡറേഷൻ സെക്രട്ടറി, പുരോഗമന കലാസാഹിത്യ സംഘം യൂണിറ്റ് കമ്മിറ്റി അംഗം, EMS പഠന കേന്ദ്രം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ചീറ്റ ഗ്രാമീണ വായനശാല പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. CPIM കൂക്കാനം തെക്ക് ബ്രാഞ്ച് അംഗമാണ്. കൂക്കാനം ജനകീയ ശ്മശാനം പ്രസിഡന്റാണ്. ശ്മശാനം നിർമ്മിക്കാനും ആധുനികവൽക്കരിക്കുന്നതിനും നേതൃത്വപരമായ പങ്ക് വഹിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന നല്ല മണ്ണ് പദ്ധതി രൂപം നൽകുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിക്കുകയുമുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാഴ്ചയുടെ വസന്തം തീർത്ത് ഇക്കുറിയും മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു. മനം കവരുന്ന ഈ കാഴ്ച വേറിട്ട അനുഭൂതിയാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. പ്രകൃതിയുടെ ഈ നീലവസന്തം കാണാൻ നിരവധി പേരാണ് ദിനവും മാടായിപ്പാറയിലെത്തുന്നത്. മഴക്കാലമായാൽ പ്രകൃതി പച്ചപ്പ് പുതക്കുന്നിടമാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. ജൂലൈ അവസാനത്തോടെ കാക്കപ്പൂക്കൾ വിരിയാൻ തുടങ്ങും. കാക്കപ്പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തോളം നീലപ്പൂക്കളുടെ ഭംഗി മാടായിപ്പാറയിൽ കൺകുളിർക്കെ നിറഞ്ഞു നിൽക്കും. മാടായിപ്പാറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ദൂരയിടങ്ങളിൽ നിന്നും മറ്റും ആളുകൾ എത്താറുണ്ട്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് 4 പൂക്കാലമുണ്ട് മാടായിപ്പാറയിൽ. മാർച്ച് ഏപ്രിൽ മാസം മാടായിപ്പാറയിൽ സ്വർണ്ണ നിറമാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കാക്കപ്പൂ വിരിയുന്നതോടുകൂടി മാടായിപ്പാറക്ക് നീല നിറമാണ്. കാക്കപ്പൂക്കളും പുൽമൈതാനികളും നിറഞ്ഞ മാടായിപ്പാറ ഇപ്പം നീല കാക്കപ്പൂക്കളാൽ പരവതാനി വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാലഘട്ടം അതിനു മുമ്പേ മഴക്ക് മുമ്പേ ആണെങ്കിൽ പച്ചപ്പുകൾ വന്നിട്ട് പച്ച നിറത്തിലുള്ള മാടായിപ്പാറ. ഇനി വരുന്നത് കാക്കപ്പൂവാൽ നിറഞ്ഞ നീല നിറത്തിലുള്ള മാടായിപ്പാറ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ പുല്ലുകൾ വളർന്നിട്ട് സ്വർണ്ണ കളറോടുകൂടി മാടായിപ്പാറയായി മാറും. അതും കഴിഞ്ഞാൽ പുല്ലുകളെല്ലാം ഉണങ്ങി കറുത്ത പാറകൾ മാത്രമേ കറുപ്പ് നിറത്തിൽ മാടായിപ്പാറ. അങ്ങനെ 4 കാലഘട്ടത്തിലൂടെയാണ് മാടായിപ്പാറ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി പൂക്കൾ കുറവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നീല പരവതാനി വിരിച്ച പോലെയാണ് മാടായിപ്പാറ ഇനി കാണാൻ കഴിയുക നമുക്ക്. പക്ഷെ അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്ന് ഇവിടെ ചവിട്ടി മെതിച്ച് വണ്ടിയൊക്കെ കയറ്റി ആ പൂവിനെ ഇല്ലാതാക്കുന്നത്, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ആൾക്കാർ വരുന്നതിലും പോകുന്നതിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ പൂവിനെ അതിനെയൊക്കെ സംരക്ഷിക്കണം. പണ്ട് കാലം മുതലേ നമ്മൾ കണ്ട് പൂ പറിക്കാൻ വരുമ്പോഴൊക്കെ ഒരു വളരെ സൗന്ദര്യവൽക്കരിച്ചിട്ടുള്ളൊരു സ്ഥലമായിരുന്നു മാടായിപ്പാറ. ഓണമെത്താറാവുമ്പോഴേക്കും കാക്കപ്പൂക്കൾ മുഴുവനായും വിരിഞ്ഞ മാടായിപ്പാറ നീലപ്പെട്ട് വിരിച്ചതുപോലെയാവും. ഒപ്പം തുമ്പപ്പൂവ് തുടങ്ങിയ മറ്റു പൂക്കളും വിരിയും. എന്നാൽ പാറയിൽ മാലിന്യം തള്ളുന്നതും വാഹനങ്ങൾ കയറ്റിയിറക്കുന്നതും അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതുമെല്ലാം പൂക്കൾ വിരിയുന്നതിനെയും ബാധിച്ചിട്ടുണ്ട്. ജൈവവൈവിധ്യങ്ങളുടെ കലവറയാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. മഴ പെയ്തതോടുകൂടി മാടായിപ്പാറ അതീവ സുന്ദരിയായിരിക്കുകയാണ്. കാക്കപ്പൂവും തുമ്പപ്പൂവുമൊക്കെ വിരിഞ്ഞ ഏറെ മനോഹരമായ മാടായിപ്പാറയിൽ നിരവധി സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. മാടായിപ്പാറയിൽ നിന്ന് ക്യാമറാമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സ്കൂൾ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ ബിരിയാണി ചലഞ്ചുമായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA. 1000-ഓളം ബിരിയാണികളാണ് ചലഞ്ചിലൂടെ വിൽപ്പന നടത്തിയത്. വിദ്യാലയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് PTIയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചത്. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒന്നിച്ചു ചേർന്നപ്പോൾ ബിരിയാണി ചാലഞ്ച് വൻ വിജയമായി മാറി. 1000-ഓളം ഓർഡറുകളാണ് ബിരിയാണിക്ക് ലഭിച്ചത്.
3 സിംഗിൾ ബിരിയാണി അടങ്ങുന്ന ചെറു ബക്കറ്റുകളായാണ് ഓർഡർ സ്വീകരിച്ചത്. 300 രൂപയുടെ 3 ആൾ ബിരിയാണി ബക്കറ്റിന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഓർഡറുകൾ എത്തി. അധ്യാപക രക്ഷാകർതൃ സമിതിക്കൊപ്പം സ്കൂൾ NSS വളണ്ടിയർമാരും ഒത്തുപിടിച്ചപ്പോൾ പ്രവർത്തനങ്ങളെല്ലാം സുഗമമായി. ബിരിയാണിയുടെ പാക്കിങ്ങും ക്രമീകരണവും ഉൾപ്പെടുന്ന പ്രധാന ഉത്തരവാദിത്തം സ്കൂളിലെ NSS വളണ്ടിയർമാർ മനോഹരമായാണ് പൂർത്തിയാക്കിയത്. നമ്മുടെ വിദ്യാലയം കാസർഗോഡ് ജില്ലയിലെ മികച്ച വിദ്യാലയമാക്കി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അബാലവൃദ്ധം ജനങ്ങളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഈ ബിരിയാണി ചാലഞ്ചുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദര സംഗമം ഡോക്യുമെന്ററി പ്രദർശനവും നടത്തി. TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെടുന്നത് പോലും ഏറ്റവും ആപത്കരമായി പരിഗണിക്കപ്പെട്ടിരുന്നതുമായ ഒരു കാലം ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മനസ്സില്ലാ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും തുടച്ചു നീക്കപ്പെട്ടു എന്ന് കേരളത്തിൽ ഇപ്പോഴും പറയാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. ലോകത്തിന് കേരളത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കലാപഠന കേന്ദ്രമാണ് കേരള കലാമണ്ഡലം. ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് TV വസുമിത്രൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി ആനന്ദ തീർത്ഥൻ നിഷേധിയുടെ ആത്മശക്തി എന്ന അവാർഡ് ഡോക്യുമെന്ററിയുടെ അണിയറ ശില്പികളായ ബിന്ദു സാജൻ, അഭിജിത്ത് നാരായണൻ, സാജൻ ഗോപാലൻ, ഡോക്ടർ ശ്രീജിത്ത് രമണൻ, KP ശശികുമാർ, വത്സല മേപ്പുറത്ത്, M കുഞ്ഞികൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി KP ദാമോദരൻ, രാമകൃഷ്ണൻ കണ്ണം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷക സംഘം കുഞ്ഞിമംഗലം സൗത്ത് വില്ലേജ് കൺവെൻഷൻ കുഞ്ഞിമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ V രമേശൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം കുഞ്ഞിമംഗലം സൗത്ത് വില്ലേജ് കൺവെൻഷൻ കുഞ്ഞിമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ V രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഉൾനാടൻ മത്സ്യകൃഷിയും ചെമ്മീൻ കൃഷിയും അതുപോലെ തീരപ്രദേശങ്ങളിൽ കൃഷി നടത്തുന്ന വിവിധ പദ്ധതികളും വളർന്നു വരികയാണ്. നമ്മുടെ ചെറുപ്പക്കാരികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് വരാനുള്ള വലിയ അവസരങ്ങളാണ് മത്സ്യകൃഷിയുടെ മേഖലയിൽ ഇപ്പോൾ തുറന്നു വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്താകെ പരിശോധിക്കപ്പെടുമ്പോൾ പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് വരികയാണ്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് വരികയാണ്. ചടങ്ങിൽ വെച്ച് സംസ്ഥാന മത്സ്യ കർഷക അവാർഡ് ജേതാവ് സുരേന്ദ്രൻ പാലക്കീലിനെ അനുമോദിച്ചു. K പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. KV ഗോപാലൻ, KV വാസു, V ശങ്കരൻ, P സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പിലാത്തറ പഴയങ്ങാടി KSTP റോഡിൽ പഴയങ്ങാടി പാലത്തിന് സമീപം വ്യാപകമായി കുഴികൾ രൂപപ്പെട്ടു. വാഹന ഗതാഗതം ദുഷ്കരമാകുന്ന കുഴികൾ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ ഗൗനിക്കുന്നില്ലെന്ന പരാതിയാണ് ജനങ്ങൾക്കുള്ളത്. പിലാത്തറ പഴയങ്ങാടി KSTP റോഡിൽ പഴയങ്ങാടി പാലത്തിന് സമീപത്തായി വ്യാപകമായി കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനഗതാഗതം തടസ്സപ്പെടുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇന്ന് പുലർച്ചെ എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന ഒരു കുടുംബം സഞ്ചരിച്ച വാഹനം കുഴിയിൽ വീണ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കുഴിയിൽ വീണ ബൈക്ക് യാത്രിക തെറിച്ചു വീഴുകയും ചെയ്തു. ഭാഗ്യം കൊണ്ടാണ് നിസ്സാര പരിക്കുകളോടെ യുവതി രക്ഷപ്പെട്ടത്. 10ഓളം കുഴികളാണ് അടുത്തടുത്തായി രൂപപ്പെട്ടിരിക്കുന്നത്. പിലാത്തറ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കുഴികൾ കാരണം വലത്തോട്ട് തിരിയുന്നതോടെ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തിയിടേണ്ട സ്ഥിതിയാണുള്ളത്. നാട്ടുകാർ അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല എന്ന പരാതിയുമുണ്ട്. ഒരു 8-9 ദിവസത്തോളമായി കുഴി ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങൾ എത്തിയ കുഴി കാരണം. അപ്പോൾ ഇത് അധികൃതർ എന്തെങ്കിലും ആയിട്ട് ഇതിനൊരു തീരുമാനം എടുത്ത കുഴി അടക്കുന്നില്ലെങ്കിൽ ഇവിടെ ഒരു മരണം തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുഴിയിലേക്ക് ചാടുന്ന 2 വീലറുകാർ തെറിച്ച് താഴത്തേക്ക് വീഴാനുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ മരണം
ഉറപ്പാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. KSTP റോഡിൽ പലയിടങ്ങളിലായി അപകടകരമായ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിട്ടും അധികൃതർ കണ്ട ഭാവം നടിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. രാവിലെ ഒരു 2 വീലർ വീണെങ്കിൽ 2 വീലറിന്റെ ഫോർക്കും മടുകാടും എല്ലാം പൊട്ടിത്തകർന്നു. പിന്നെ ഒരു സ്ത്രീ അവിടെ വീണിട്ട് നമ്മളെ എടുത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പല അപകടങ്ങളുണ്ടാവും. നാട്ടിൽ പല ആൾക്കാരും മരിക്കാനുള്ള സാധ്യത വരെയുണ്ട്. അത്ര വലിയ കുഴികളാണ്. വേണ്ടപ്പെട്ട അധികാരികൾ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ വൻ ദുരന്തത്തിന് വഴിവെക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഏരിയ ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംരംഭകത്വ വികസന ക്ലാസും അനുമോദനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലും രാജ്യത്തിലുമൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വലിയ മിടുക്കന്മാരായി മാറും. ആ പ്രതീക്ഷകളിലാണ് രാജ്യം കുട്ടികളെ കാണുന്നത്. അല്ല എല്ലാവരും നാളെ വളർന്ന് A+കാരാവുക, റാങ്ക് വാങ്ങിക്കുക എന്നുള്ള രീതിയിലല്ല. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവരെയും A+കാരാക്കാനോ, എല്ലാവരെയും ഡോക്ടർമാരാക്കാനോ, എല്ലാവരെയും എഞ്ചിനീയർമാരാക്കാനോ ഉള്ള ഒരു സംവിധാനമല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എല്ലാവരെയും നല്ല മനുഷ്യരാക്കുക. അതിനാണ് വിദ്യാഭ്യാസം. ചടങ്ങിൽ ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി ഏരിയ പ്രസിഡന്റ് T. ജയശ്രീ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സ്മിത RK സംരംഭകത്വ വികസന ക്ലാസും പയ്യന്നൂർ കനറ ബാങ്ക് സീനിയർ മാനേജർ സുകേഷ് VV വിവിധ തരം വായ്പാ പദ്ധതികളും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി അംഗം PV ഗോപി വ്യാപാരി മിത്ര പദ്ധതിയും വിശദീകരിച്ചു. സമിതി ജില്ലാ കമ്മിറ്റി അംഗം സുലേഖ വിജയൻ, ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ, പ്രസിഡന്റ് KV മുരളീധരൻ, ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി ഏരിയ സെക്രട്ടറി രാഖി RK, ബിന്ദു പ്രസാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെറ്റ്വർക്ക് വാർത്ത ഫലം കണ്ടു. മാതമംഗലം ബസാറിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന കൂറ്റൻ മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി. മാതമംഗലത്ത് തുമ്പത്തടം റോഡിന് സമീപത്തായാണ് മരം സ്ഥിതി ചെയ്യുന്നത്. PW ആണ് ശിഖരം മുറിച്ചു നീക്കിയത്. മാതമംഗലം ബസാറിൽ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തുമ്പത്തടം റോഡിന് സമീപത്തായാണ് PW റോഡിൽ കൂറ്റൻ മാവ് അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്നത്. മാവിന്റെ ശിഖരങ്ങൾ താഴ്ന്നതിനാൽ വലിയ വാഹനങ്ങൾ ഇതിലുരസിയാണ് കടന്നുപോകുന്നത്. സമീപത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ കാൽനടയായും കടന്നുപോകുന്ന റോഡ് കൂടിയാണിത്. മാസങ്ങൾക്ക് മുൻപ് മാതമംഗലം ബസാറിന് സമീപം മരം കടപുഴകി വീണ് തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായ സംഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മരത്തിന്റെ അപകട ഭീഷണിയെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് വാർത്ത നൽകിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ ഞായറാഴ്ചയാണ് മരത്തിന്റെ ചില്ലകൾ മുറിച്ചു നീക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഈ കുട്ടികളൊക്കെ പല ഇടങ്ങളിൽ നിന്നും അനുമോദനം വാങ്ങിയിട്ടുണ്ട്. പലരുടെയും വീട്ടിലെ അനുമോദന ഫലങ്ങൾ ചേർത്തിട്ടുണ്ട്. മാത്തിൽ CK സ്മാരക ഹാളിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. SSLC, +2, LSS, USS കുട്ടികൾക്കുള്ള അനുമോദനവും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യപുരസ്കാരം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവുമാണ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ATV ദാമോദരൻ അധ്യക്ഷനായി. UV രാമചന്ദ്രൻ, KM ഷാജി, T നാരായണൻ, VV പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുകുന്നത്താവത്തെ ട്രാൻസ്ഫോമറിൽ അശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിച്ച ഫ്യൂസ് അപകട ഭീഷണിയാകുന്നു. അപകടം സംഭവിച്ചാൽ പ്രദേശത്തുകാർക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനാകാത്ത വിധമാണ് ഫ്യൂസ് വയർ ഘടിപ്പിച്ചിരിക്കുന്നത്. KSEBയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ.
ചെറുകുന്നത്താവം ദാലിൽ റോഡരികിലാണ് റെയിൽവേ ഗേറ്റിന് സമീപത്തായി ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ ഇലക്ട്രിക് ലൈൻ പൊട്ടിവീണതിനെ തുടർന്ന് നാട്ടുകാർ KSEBയുമായി ബന്ധപ്പെട്ടു. താൽക്കാലികമായി ഫ്യൂസ് ഊരി വെക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും നാട്ടുകാർക്ക് ഇതിന് സാധിച്ചില്ല. ഫ്യൂസ് ഊരി വെക്കാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു ഫ്യൂസ് ഫയർ ഘടിപ്പിച്ചിരുന്നത്. ഫ്യൂസ് സ്ഥാപിക്കാതെ നേരിട്ട് കമ്പി കൊണ്ട് കെട്ടിവെച്ച നിലയിലായിരുന്നു. ഇത് ഏറെ അപകടത്തിന് കാരണമാകും. അത്യാവശ്യ ഘട്ടങ്ങളിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുന്നതിനും തടസ്സമാകും. അധികൃതരുടെ ഈ അനാസ്ഥ കാരണം വൻ ദുരന്തം തന്നെ സംഭവിക്കാൻ കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ഡയറക്റ്റ് കമ്പി കൊടുത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്യൂസ് ഉരുവാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ അത് വെള്ളത്തിലാണ് കിടന്നത്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തം വരെ കറണ്ട് പാസ് ചെയ്യുന്ന തരത്തിലാണ് ഉണ്ടായത്. ഫുള്ള് വെള്ളമായിരുന്നു, അന്ന് റോഡിലെല്ലാം ഫുള്ള് വെള്ളമായിരുന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിൽ നമ്മൾ ഗംഗാടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചിട്ടാണ് ആ ഫ്യൂസ് നമ്മൾ മാറ്റുന്ന ഒരവസ്ഥയുണ്ടായത്. അപ്പോൾ ഗുരുതരമായ വീഴ്ചയാണ് KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മെയ് മാസം തന്നെ അവരുടെ ശ്രദ്ധയിൽ അത് പെടുത്തുകയാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട്. അവർ മാറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സാഹചര്യം തുടരുകയാണ്. അപ്പോൾ ഇതിനെതിരെ എന്തായാലും ശക്തമായ പ്രതിഷേധം നമുക്കുണ്ട്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രദിന ക്വിസ് സംഘടിപ്പിച്ചു. ജേതാക്കൾക്ക് 5000 രൂപയിലധികം വില വരുന്ന സ്വന്തം പുസ്തകങ്ങളും ക്യാഷ് അവാർഡും കൂക്കാനം റഹ്മാൻ മാസ്റ്റർ സമ്മാനിച്ചു. ചാന്ദ്രദിന ക്വിസിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ തീർത്ഥ പ്രകാശ്, ഇഷാനി അനിൽ, യദുകൃഷ്ണ എന്നിവരും, UP വിഭാഗത്തിൽ ധനുരാഗ് നമ്പ്യാർ, അനുശ്രീ AK, ശ്രീറാം KP, അമേയ സിത എന്നിവരും, LP വിഭാഗത്തിൽ ഇഷാനി P, തന്മയി PV, ശിഖ ജയേഷ് എന്നിവരും ജേതാക്കളായി. ജേതാക്കൾക്ക് 5000 രൂപയിലധികം വില വരുന്ന സ്വന്തം പുസ്തകങ്ങളും ക്യാഷ് അവാർഡും കൂക്കാനം റഹ്മാൻ മാസ്റ്റർ സമ്മാനിച്ചു. റിട്ടയർഡ് പ്രധാനാധ്യാപകൻ ശശിധരൻ ആലപ്പടമ്പൻ ക്വിസ് മാസ്റ്ററായി. ഇന്ന് നിങ്ങൾക്കെല്ലാം ചിലപ്പോൾ ഭാഗ്യമുണ്ടാവും. ഇന്ന് ദേശാഭിമാനി പത്രത്തില് ചന്ദ്രയാത്രയെ കുറിച്ച് ചെറിയൊരു കുറിപ്പുണ്ട്. അതിൽ പറയുന്നത് 2030 ആകുമ്പോഴേക്ക് ചന്ദ്രനിൽ ആള് താമസിക്കാൻ പോകുന്ന നിങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ട് കേട്ടോ. നിങ്ങൾ 30 ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് വയസ്സ് ഏകദേശം ഒരു 40-40 അടിയിലാവും. അപ്പൊ നിങ്ങൾക്ക് എവിടെ പോയി താമസിക്കാം. കൊടക്കാട് നാരായണൻ, പ്രകാശൻ MK, NV രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC പയ്യന്നൂർ മേഖലാ കൺവെൻഷൻ പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ വെച്ച് നടന്നു. ജൂനിയർ ജില്ലാ പ്രസിഡന്റ് TV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അന്ന് പല സംഘടനകളും ആശങ്കയുണ്ടായിരുന്നു. പല സംഘടനകൾക്കും ഇതെങ്ങനെയാണ് ഒരു പ്രത്യേക തൊഴിലുടമയുടെ കീഴിൽ പണിയെടുക്കാത്ത തൊഴിലാളികളെ, ഇന്നിപ്പോൾ ഒരു സ്ഥലത്ത് പണിയെടുത്താൽ മറ്റൊരു മുതലാളിയുടെ കീഴിലായിരിക്കും നാളെ പണിയെടുക്കുക. അങ്ങനെ സ്ഥിരമായി ഒരു തൊഴിലുടമ ഇല്ലാത്ത നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് നിയമപരമായ ഒരു പരിരക്ഷ ലഭിക്കുന്നതിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ഇന്ത്യയിലെ ഏക സംഘടന AITUC എന്ന സംഘടനയാണ്. കൺവെൻഷന്റെ ഭാഗമായി SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ മക്കൾക്ക് അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. ജയൻ കുന്നരു അധ്യക്ഷത വഹിച്ചു. KV ബാബു ഉപഹാര സമർപ്പണം നിർവഹിച്ചു. KP നാരായണൻ, NP ഭാസ്കരൻ, ശ്രീജിത്ത് കുഞ്ഞുമംഗലം, KV പത്മനാഭൻ, KP രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്നൂർ ആലൻകീഴ് കുളത്തിൽ നടന്നുവന്ന ബേസിക് സ്വിമ്മിംഗ് ട്രെയിനേഴ്സിന്റെ ട്രെയിനിംഗ് കോഴ്സ് സമാപിച്ചു. നിരവധി പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. ജില്ലാ റോവർ കമ്മീഷണർ KV ജയറാം നടത്തുന്ന സൗജന്യ ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിന്റെ ഭാഗമായി അന്നൂർ ആലൻകീഴ് കുളത്തിൽ ജൂലൈ 7 ആരംഭിച്ച ബേസിക് സ്വിമ്മിംഗ് ട്രെയിനേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് സമാപിച്ചു. ട്രെയിനിങ്ങിൽ സിവിൽ സർവീസ് നീന്തൽ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ റോവർ ലീഡർ C ചന്ദ്രൻ ഡെമോൺസ്ട്രേഷൻ നൽകി. മുൻ ഇന്ത്യൻ നേവി ഓഫീസറും റോവർ സ്വിമ്മിംഗ് അക്കാദമി ട്രെയിനിംഗ് ഡയറക്ടറുമായ KV അശോകൻ CPR-നെ കുറിച്ച് പ്രാക്ടിക്കൽ ക്ലാസ് എടുത്തു. വനിതാ ട്രെയിനറും റോവർ സ്വിമ്മിംഗ് അക്കാദമി മെമ്പറുമായ ഗോപിക N വനിതകൾക്കായി പ്രാക്ടിക്കൽ ക്ലാസ് എടുത്തു. അപകടത്തിൽപ്പെട്ടവരെ ചാക്ക് ധരിച്ചുകൊണ്ട് ക്രോസ് ചെസ്റ്റ് കേരി, ചിൻ കേരി, ആം കേരി മെത്തേഡുകളിൽ കരയ്ക്കെത്തിക്കുന്ന വിധം പുള്ളിംഗ് റെസ്ക്യൂ സ്ട്രോക്ക്, പുഷിംഗ് റെസ്ക്യൂ സ്ട്രോക്ക്, ഹെഡ് അപ്പ് സ്ട്രോക്ക് എന്നിവ ചീഫ് ട്രെയിനർ KV ജയറാം കൈകാര്യം ചെയ്തു. സംസാരമില്ല. ഹലോ, അയാൾക്ക് ബോധമില്ലാത്ത ആളാണ്. സംസാരമില്ല. ബോധമില്ലാത്ത ആൾ സംസാരിക്കാൻ പാടില്ല.
നഗരസഭാ കൗൺസിലർ KV രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തിരുവിതാംകൂർ കൊച്ചി ദേവസ്വത്തിന് തുല്യമാക്കണമെന്ന കോടതി വിധി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി. AKSKU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നീരജ് നമ്പൂതിരി ജാഥ ഉദ്ഘാടനം ചെയ്തു. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും തിരുവിതാംകൂർ കൊച്ചി ദേവസ്വത്തിന് തുല്യമാക്കണമെന്ന ഹൈക്കോടതി വിധിക്ക് 30 വർഷം തികയുന്ന ജൂലൈ 21 കോടതി വിധി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി. ജില്ലാ പ്രസിഡന്റ് AP ശംഭു എമ്പ്രാന്തിരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കറുവാക്കാട് നാരായണൻ നമ്പൂതിരി, AKSKU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുന്നാട് ഷാജി നമ്പൂതിരി, ഉത്തരമേഖലാ ജനറൽ സെക്രട്ടറി ബാബു മലോളം, VV ശ്രീനിവാസൻ, പെർക്കോളം സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പൗർണമി ദിനത്തിന്റെ ഭാഗമായി താവം ശ്രീ വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം മാതൃസമിതിയുടെയും ഭക്തജനങ്ങളുടെയും കൂട്ടായ്മയിലാണ് പൗർണമി ദിനത്തിൽ നാരായണീയ പാരായണം നടന്നത്. PI ശോഭന കൃഷ്ണനാണ് പാരായണത്തിന് നേതൃത്വം നൽകിയത്. പ്രീത പ്രേമചന്ദ്രൻ, പുഷ്പ രാമചന്ദ്രൻ, കോമളവല്ലി രാധാകൃഷ്ണൻ, ശൈലജ ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിവള്ളൂരിന്റെ സ്വന്തം കാർഷിക വിദഗ്ധൻ കാന ഗോവിന്ദന് നാടിന്റെ അന്ത്യാഞ്ജലി. കരിവള്ളൂർ ബാങ്കിന് മുന്നിലും ചീറ്റ ഗ്രാമീണ വായനശാലയിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത് 100 കണക്കിന് ആളുകൾ. കാഴ്ചയുടെ വസന്തം തീർത്ത് ഇക്കുറിയും മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു. മനം കവരുന്ന കാഴ്ച സഞ്ചാരികൾക്ക് നൽകുന്നത് വേറിട്ട അനുഭൂതി. പ്രകൃതിയുടെ ഈ നീലവസന്തം കാണാൻ ദിനവും മാടായിപ്പാറയിലെത്തുന്നത് നിരവധി പേർ. അധ്യാപക രക്ഷാകർതൃ സമിതിക്കൊപ്പം സ്കൂൾ NSS വളണ്ടിയർമാരും ഒത്തുപിടിച്ചു. സ്കൂൾ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ ബിരിയാണി ചലഞ്ചുമായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA. ബിരിയാണി പാക്കിങ്ങും ക്രമീകരണവും ഉൾപ്പെടുന്ന പ്രധാന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് NSS വളണ്ടിയർമാർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.